കത്തോലിക്ക സഭയുടെ റോമിൽ നിന്നുള്ള അധിപനായിട്ടുള്ള മാർപ്പാപ്പയും പെന്തക്കുസ്ത പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാരും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായിട്ട് വളരെ ഒരു സമ്മിശ്രമായിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിലും ആ ബന്ധങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ മുന്നോട്ട് പോകാറുള്ളത്. അത് അതിന് ചരിത്രപരമായിട്ടും ആത്മീയമായിട്ടും സാമൂഹ്യമായിട്ടും ലോകരാഷ്ട്ര ബന്ധങ്ങളുമായിട്ടും അത് കൂടി ചേർന്ന് കിടക്കുന്ന ഘടകമാണ്. ഇന്നത്തെ ട്രംപ് ഭരണകൂടത്തിൽ ട്രംപ് ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ പീറ്റ് ഹെക്സറ്റ് എന്ന ഡിഫൻസ് സെക്രട്ടറി, അദ്ദേഹവും പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട പെന്റക്കോസ്റ്റൽ ബാപ്റ്റിസ്റ്റ് പ്രൊട്ടസ്റ്റന്റ്, അത് ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയും, മറ്റേത് കത്തോലിക്ക വിഭാഗം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതിൽ കത്തോലിക്ക സഭയുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ കത്തോലിക്ക സഭ വിശ്വാസവുമായിട്ട് നടക്കുന്ന ട്രംപ് ഭരണകൂടത്തിലെ വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് മാർക്കോ റൂബിയോ, വിദേശകാര്യ സെക്രട്ടറി, വലിയൊരു സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരുപക്ഷെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, തേർഡ് ഇൻ കമാൻഡ് ആയിട്ട് വരും ഭരണകൂടത്തിൽ. അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ് JD വാൻസും കത്തോലിക്ക സഭ, കത്തോലിക്ക വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതിൽ JD വാൻസ് റോമിൽ പോയിരുന്നു, ഭാര്യയുമായിട്ട്, ഹിന്ദുവായ ഭാര്യയും ഉഷ വാൻസുമായിട്ട് റോമിൽ പോയിട്ട് അദ്ദേഹം എപ്പോഴും പറയുന്നതാണ്, ഞാൻ കത്തോലിക്ക വിശ്വാസിയാണ്, കത്തോലിക്കയാണ്. അദ്ദേഹത്തിന് ആ ഒരു നിലപാട് വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അദ്ദേഹം യെയിൽ ലോ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഉഷ വാൻസുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രണയത്തിലായിട്ട് വിവാഹം കഴിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഉഷ വാൻസ് ഹിന്ദു വിശ്വാസം കൊണ്ട് നടക്കുന്നു. അതിനെപ്പറ്റി പല വേദികളിലും അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. ഇനി മാർക്കോ റൂബിയോയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കറകളഞ്ഞ കത്തോലിക്കനാണ്. അതൊരു ക്യൂബൻ ഒറിജിനാണ്. ക്യൂബ, സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്കയൊക്കെ നമുക്കറിയാം. അവർ കത്തോലിക്കരാണ് കൂടുതലായിട്ട്. മെക്സിക്കോ, എൽ സാൽവഡോർ, ഹോണ്ടുരാസ്, ബ്രസീൽ, അർജന്റീന, അതൊക്കെ ഒരു കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ്. നമ്മളിതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ജോൺ പോൾ പാപ്പ, അതായത് നമ്മൾ ഈ 50-കൾ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 50-കൾ, 60-കൾ, 70-കൾ, 80-കൾ ഒക്കെ അമേരിക്കയിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം, അമേരിക്കയാണ് അന്ന് ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നിരുന്നാൽ കൂടി USSR, റഷ്യൻ, സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറയുന്ന ഇത് അമേരിക്കയ്ക്ക് മേലെ വളരെയധികം സൈനിക ശക്തി ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് കത്തോലിക്ക സഭയെയും മറ്റ് എല്ലാ മതവിശ്വാസങ്ങളെയും അടിച്ചൊതുക്കി ഇല്ലാതാക്കുന്ന ഒരു വിശ്വാസമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാടുകളെ ഒരു ഭീഷണി യൂറോപ്പിനും അമേരിക്കയ്ക്കും ഈ ലോകത്തിൽ മതവിശ്വാസവുമായി നടക്കുന്ന എല്ലാവർക്കും ഒരു ഭീഷണിയായിട്ടാണ് നിലകൊണ്ടിരുന്നത്. അന്ന് ജോൺ പോൾ മാർപ്പാപ്പ 80-കളിൽ റൊണാൾഡ് റീഗനുമായിട്ട് ചേർന്നിട്ടാണ് ഒരു വലിയൊരു സൈനിക യുദ്ധത്തിലേക്ക് നീങ്ങാതെ അതിൻ്റെ നയപരമായ നയതന്ത്ര ഇതിൽ കൂടെ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനെ ഛിന്നഭിന്നമാക്കി കളയുന്നത്. അതിൽ ബോറിസ് യെൽസിൻ, നമുക്കറിയാവുന്ന പേരുകളാണ്, ഗോർബച്ചേവ്, ബോറിസ് യെൽസിൻ. സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ നിന്നും, സ്റ്റാലിനും മറ്റുള്ള തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളിൽ നിന്ന് അടിച്ചമർത്തിപ്പെട്ട ഇത് കാലഘട്ടത്തിൽ നിന്നും ഇതിലേക്ക് യുദ്ധമില്ലാതെ തകർത്തടിച്ച് 80-കളുടെ അവസാനത്തോടെ 90-കളുടെ അവസാനത്തോടെ തകർത്തടിച്ചില്ലാണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹം അതുകൊണ്ട് തന്നെ റൊണാൾഡ് റീഗൻ, അന്ന് ജോൺ പോൾ മാർപ്പാപ്പ ഇന്ത്യയിലാണെങ്കിലും മദർ തെരേസയൊക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തോലിക്കൻ ക്രിസ്ത്യാനി എന്നുള്ളൊരു വേർതിരിവ്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്ന വേർതിരിവില്ലാതെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ നിന്നും വിഭിന്നമായിട്ടാണ് ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങൾ. ട്രംപ് നേരിട്ട് അങ്ങോട്ട് പറയുന്നു. കാരണം ട്രംപിന് ഈ കത്തോലിക്ക വിഭാഗത്തിൽ ഒരു പക്ഷേ വ്യക്തികളോടുള്ള ആരാധന കൂടുതലാണ്. ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് താഴെ കർദിനാൾമാർ, മെത്രാന്മാർ, നമ്മുടെ നാട്ടിൽ പോലും സീറോ മലബാർ ചർച്ച് അല്ലെങ്കിൽ മറ്റ് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായിട്ട് ആ ഒരു വൈദികർ, പുരോഹിതരോട്, മതമേലധ്യക്ഷന്മാരോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നവരും അവരെ ദൈവമായിട്ട് കണക്കാക്കുന്ന രൂപത്തിലാണ്. കാരണം പത്രോസിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി മാർപ്പാപ്പയ്ക്ക് കിട്ടിയിരിക്കുന്ന അധികാരമാണ്, അവരാണ് കാണപ്പെടുന്ന ദൈവമായിട്ട് കണക്കാക്കുന്ന വിശ്വാസമാണ് കത്തോലിക്ക സഭയ്ക്ക്. എന്നാൽ അമേരിക്കയിലേക്ക് വരുമ്പോൾ ട്രംപിനോ പീറ്റ് ഹെക്സത്ത് പോലെയുള്ള ആൾക്കാർക്കോ അതിനെക്കുറിച്ച് അപ്പുറം അവർക്ക് ആ ഒരു വ്യക്തികളോടൊന്നും അങ്ങനെ ഒരു ഇതുമില്ല. ട്രംപ് എന്ന വ്യക്തിക്ക് ആരോടും ആരാളും അദ്ദേഹം വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവക്കാരനാണ്. ബൈബിൾ വചനങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന പീറ്റ് ഹെക്സത്ത്, സങ്കീർത്തനം 144, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ. നമ്മളിതിൽ രണ്ട് പക്ഷം പിടിക്കാതെ പറയുമ്പോൾ മാർപ്പാപ്പയ്ക്ക് ഇതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഇത് ലോകത്തിൻ്റെ വ്യവഹാരമാണ്, ഇടപാടുകളാണ്. മാർപ്പാപ്പയ്ക്ക് ഇതിൽ ഇടപെടേണ്ട ആവശ്യം
കാരണം ഒരു ദിവസം ഇറാൻ യുദ്ധത്തെക്കുറിച്ചാണ് ഇവർ തമ്മിലുള്ള ഇത്. ഒരു ദിവസം എന്ന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാകുന്ന അവരെന്നും പറയുന്നതാണ് പൊട്ടിച്ചിരിക്കും. ഇസ്രായേലിലും അമേരിക്കയിലും യൂറോപ്പിലും പൊട്ടിക്കും. അപ്പം അങ്ങനെ ഒരു വഴങ്ങിക്കൊടുന്ന നിലപാടാണ് കത്തോലിക്ക സഭ. മുൻകാലങ്ങളിൽ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടോടൊപ്പം ചേർന്ന മെത്രാന്മാരൊക്കെ ജർമ്മനിയിലുണ്ട് ജൂതന്മാരെ കൊല്ലുന്നതിന്. അപ്പം ഈ കത്തോലിക്ക സഭയ്ക്ക് ഈ അവരുടെ ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വലിയ ഘടകം ഉണ്ടെന്നുള്ളത് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ. എന്നാൽ അവർക്ക് മേലെയുള്ള കാര്യങ്ങൾ, അതായത് ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഇത് പുരോഹിതർ വൈദികരൊക്കെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന യൂറോപ്പിൽ തകർന്നടിയാനായിട്ടുള്ള കാരണം. അത് കഴിഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്ന സമയത്ത് കുറെ മാപ്പും പൊറുതിയൊക്കെ പറയുന്നു, പണം കൊടുത്തു അവസാനിപ്പിക്കുന്നു. ഇപ്പം അമേരിക്കയിലൊക്കെ ലോ സൂട്ടുകളാണ്. കാരണം ഈ കത്തോലിക്ക വൈദികർ പീഡിപ്പിച്ച ആൺകുട്ടികളും കുഞ്ഞു കുട്ടികളുമായിട്ടുള്ള അവർ എപ്പോഴും വന്നിട്ട് വക്കീൽമാരെടുത്ത് അത് നേരെ സഭയെ, കത്തോലിക്ക സഭയെ സൂചിയാണ്. കോടികളും മില്യൺസാണ് വാങ്ങിയെടുക്കുന്നത്. കാരണം ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയാണ് കത്തോലിക്ക സഭയുടെ കയ്യിൽ. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളും ഒക്കെ ഒളിപ്പിച്ച് വെക്കുക, വഴങ്ങി കൊടുത്താൽ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സിറിയ, ലെബനൻ പോലെയുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ, പ്രദേശങ്ങളൊക്കെ കത്തോലിക്ക സഭ വഴങ്ങിക്കൊടുത്ത പ്രദേശങ്ങളാണ്. യൂറോപ്പിലും അതാണ് സംഭവിക്കുന്നത്. ആ വഴങ്ങിക്കൊടുക്കൽ കൊണ്ട് അവര് എന്താണ് ഈ ദൈവവിശ്വാസമാണ് വളർത്തുന്നത്. ഈ ലോകത്തിൽ ഇടിച്ചു നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ, ഉദാഹരണത്തിന് ഇസ്രായേൽ എന്ന രാജ്യം 1948 അവിടെ നിന്ന് യഹൂദൻ 3000 വർഷം മുമ്പ് ചിന്ന ഭിന്നമായി പോയിട്ട് ബൈബിളിലെ വചനങ്ങൾ പ്രകാരമാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദത്ത ഭൂമി തരും, പ്രോമിസ് ലാൻഡ് എന്ന് തരും, അവിടെ നിന്നും വളർത്തി കൊണ്ടുവരുമെന്നൊക്കെയാണ് ബൈബിളിൽ. അത് ആ വചനപ്രകാരം വിശ്വസിക്കുന്നത് പെന്തക്കോസ്ത വിഭാഗമാണ്. ഞാനൊരു കത്തോലിക്ക വിഭാഗത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. പക്ഷേ അന്ന് ബ്രിട്ടനോ യൂറോപ്യൻ രാജ്യങ്ങളോ ഇസ്രായേൽ 1948 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജൂതന്മാർക്കൊരു ഭൂമി വേണം, കാരണം ഹിറ്റ്ലർ കൊന്നൊടുക്കിയ ആ ഒരു വിദ്വേഷം വെച്ചിട്ടാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക് വിഭാഗമൊക്കെ ജൂതനോടുള്ള വിരോധം അവരുടെ പുസ്തകത്തിൽ നിന്ന് ആയിരക്കണക്കിന് വർഷം ഇന്നുണ്ടായതല്ല ഇറാന്. എന്നാൽ ഇപ്പം ഗൾഫ് രാജ്യങ്ങളൊക്കെ കൂടുതൽ സമാധാനത്തിലേക്ക് മാറിയിരിക്കുന്നു. സുന്നി വിഭാഗങ്ങളും സമാധാനത്തിലേക്ക് മാറി. നമുക്കറിയാവുന്നതുപോലെ GCC രാജ്യങ്ങളിലൊക്കെ കത്തോലിക്ക പള്ളികളും എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങൾക്കും പ്രവർത്തിക്കാനായിട്ട്, അത് കൂടുതലായിട്ട്, അതായത് യൂറോപ്പിനേക്കാളും കൂടുതലായിട്ട് GCC രാജ്യങ്ങളിൽ നിന്ന് ക്രിസ്തു മതം വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മാത്രം UAE ഒക്കെ വിട്ടു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് കടത്താത്ത രീതിയിലായി. ഇപ്പം സൗദി അറേബ്യയിൽ പോലുള്ള ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത്തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു മാറ്റത്തെ ഉൾക്കൊണ്ടാനായിട്ട് ഇപ്പോൾ ഞാൻ മാർപ്പാപ്പ ചെയ്യുന്നത് തെറ്റാണെന്നല്ല, യുദ്ധങ്ങൾ സംഭവിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. മാർപ്പാപ്പ ആത്മീയമായ വ്യവഹാരം നടത്തേണ്ട വ്യക്തിയാണ്. അദ്ദേഹം പോയി മറ്റുള്ളവരോട് ജനങ്ങളിലേക്കുള്ള ആ ഒരു ഇതാണ് അദ്ദേഹം കൊടുക്കേണ്ടത്. ട്രംപ് ചെയ്യുന്ന യുദ്ധത്തിനോ അല്ലെങ്കിൽ ഇറാൻ ഇങ്ങോട്ട് അടിക്കുന്നോ അവർ 460 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ന് ബോംബ് ഉണ്ടാക്കാൻ പറ്റണം അന്ന് പൊട്ടിക്കുക അവർ എന്നുള്ളത് ഉറപ്പാണ്. അവർ വെല്ലുവിളിച്ചിട്ടാണ് നടക്കുന്നത്. ഇന്നും ട്രംപിന് പോലും പൂട്ടാൻ പറ്റുന്നില്ല. അതിന് ഈ മാർപ്പാപ്പയുടെ ചിന്താഗതികളോടനുസരിച്ച് യൂറോപ്യൻ നേതാക്കൾ ജോർജിയോ മെലാനി, ഇവിടെ ഇറ്റലിയിൽ നിന്നും ഇമ്മാനുവൽ മാക്രോൺ, UK ഇവരൊക്കെ വഴങ്ങി കൊടുക്കുക. അതിൻ്റെ ചരിത്രപരമായിട്ട് ഇതെന്ന് പറഞ്ഞാൽ 1970-80 ലെബനനിലെ ഒരു മെറീൻ ബേസിൽ, അമേരിക്കൻ മെറീൻ ബേസിൽ ബോംബ് പൊട്ടിച്ച് ഹെപ്സ്ബുള്ള നേടി അവർ വെട്ടിപ്പിടുത്തമാണ്. അവർ വ്യക്തമായിട്ടും വെട്ടിപ്പിടിക്കാൻ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഒരു സാത്താനിക പൈശാചികത വെച്ചിട്ട് അവർ വെട്ടിപ്പിടിച്ച് മറ്റു മതസ്ഥരെ കൊല്ലുന്നതിന് വേണ്ടി കാത്തുക്കുന്നതാണ്. അപ്പം അതിനെ ഇടിച്ചു നിർത്തുക എന്നുള്ളത് ഒരു സാമൂഹ്യ വിഷയമാണ്. അതിൽ മാർപ്പാപ്പ ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇത്. പക്ഷേ ഒരു ബാലൻസിൽ പോകണമെങ്കിൽ യൂറോപ്പും അമേരിക്കയും അതേപോലെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോഴും ഒരു ബാലൻസിൽ പോയാൽ മാത്രമേ ഇതിന് സാധിക്കുള്ളൂ. ജോൺ പോൾ മാർപ്പാപ്പയിൽ നിന്നും പഠിക്കണം. ഇപ്പോഴുള്ള മാർപ്പാപ്പ വളരെ നല്ല വ്യക്തിത്വമാണ് കേട്ടോ. കഴിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പോലെ ഒബാമയുടെ വാക്കും കേട്ടിട്ട് ഈ പ്രകൃതിനെ ആരാധിക്കാനും, പിന്നെ ഈ ഒബാമ തികഞ്ഞൊരു ഇവാഞ്ചലിസ്റ്റാണ് ഒബാമ. ആ ഒരു ക്രിസ്തീയ ബാരക് ഹുസൈൻ ഒബാമ എന്നാണ് പേരെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടത് ചിന്താഗതികളുമായിട്ട് അദ്ദേഹം ട്രംപിനേക്കാളും വലിയ ക്രിസ്ത്യൻ പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട ബാപ്റ്റിസ്റ്റ് ചർച്ച്, അദ്ദേഹം ചിക്കാഗോ സൗത്ത് സൈഡിലുള്ളൊക്കെ ഒക്കെ ആയിരിക്കുമ്പോൾ പോയിരുന്ന പള്ളിയിലെ പാസ്റ്റർമാരൊക്കെ ആയിട്ട് വലിയ വിവാദങ്ങളായിരുന്നു. കാരണം അത്രയും വലിയ ഇപ്പോഴും അദ്ദേഹം വലിയൊരു ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യനാണ് ബാരക് ഹുസൈൻ ഒബാമ. ഇവിടെ ഹുസൈൻ എന്നുള്ള ഇത് പേരുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിമർശിക്കാറുണ്ടെങ്കിൽ പോലും. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒബാമയും കൂടിയും
ഈ ലോകത്തിൻ്റെ ആ ഘടനയെ, ഇറാനായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും അന്ന് ചെയ്യാത്ത കാര്യങ്ങളുടെ കാര്യമാണ് ഇന്ന് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം ഭീഷണിയിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കാൻ കാരണം സൗദി രാജാവ് പോലും പറഞ്ഞ ഒബാമ ഉള്ളതുകൊണ്ടാണ്. ഒബാമയാണ് ഈ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിലേക്ക് വഴിവെട്ടിക്കൊടുത്തത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ മാർപ്പാപ്പയും ട്രംപ് ഭരണകൂടവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം. അപ്പോൾ അതിൽ നമ്മൾ രണ്ടു കൂട്ടരിലും ശരിയുള്ളതാണ്. മാർക്കോ റൂബിയോ ഇന്നലെ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഒരു ഒത്തുതീർപ്പ് ചർച്ച, അതല്ലെങ്കിൽ ഒത്തുതീർപ്പ് ചർച്ച പോലെയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ പോയി അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി പോയിട്ട് അവിടെ ചർച്ച നടത്തുന്നത്.